വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലുൽ ലദീന അശ്റകൂ ലൗ ശാഅ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ഷൈഇൻ കദാലിക കദ്ദബൽ ലദീന മിൻ ഖബ്ലിഹിം ഹത്താ ദാഖൂ ബഅസനാ ഖുൽ ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതഖ്രിജൂഹു ലനാ ഇൻ തത്തബിഊന ഇല്ല ളന്ന വഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ. വേദിയിലും സദസ്സിലുമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആലപ്പുഴ മണ്ഡലം സാരഥികളെ, പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ നമ്മുടെ സംഘടനാ തലത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും 3 മാസമായി നാം നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള മവദ്ദ പ്രോഗ്രാം നടക്കുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖതീബുമാരുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ ജില്ലയിലെ 2 സഹോദരന്മാരുടെ രോഗ വിവരവും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുള്ള മെസ്സേജും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഒന്ന് ഇവിടെ പരാമർശിച്ചതുപോലെ എ.പി. ദൗഷാദ് സാഹിബിൻ്റെ പിതാവ്, മറ്റൊന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നസീർ സാഹിബ്. 2 പേരും രോഗശൈലിയിലാണ് എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 2 പേരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔഷാദ് സാഹിബിൻ്റെ ഉപ്പക്ക് പൂർണ്ണമായ ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, രോഗത്തിന് ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. നസീർ സാഹിബിന് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യം അള്ളാഹു നൽകട്ടെ, രോഗങ്ങൾക്ക് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു യൂട്യൂബിൽ ഒരു ക്രിസ്ത്യൻ അച്ഛൻ്റെ, അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള സഭയിലുള്ള ആളുകൾക്ക്, നിവാസികൾക്ക് നൽകുന്ന ഒരു ഉപദേശത്തിൻ്റെ ഭാഗം കേൾക്കാനിടയിൽ യൂട്യൂബിൽ കേട്ടതാണ്. അദ്ദേഹം പറയാണ്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അദ്ദേഹം പറയാണ്, ക്രിസ്ത്യാനിയായ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് എന്താണ് ക്രിസ്തുമതം നമ്മളോട് പറയുന്നത്, കർത്താവ് ആരാണ്, യഹോവ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുമതത്തിലെ ആചാരങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മിക്ക ആളുകൾക്കും അതിനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. അവർ അച്ഛനോട് ചോദിക്കാൻ പറയുമെന്നല്ലാതെ സ്വന്തമായി ഒന്നും പറയും, കാരണം ഒന്നും പഠിക്കുന്നില്ല. അപ്പോ എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാൽ മുസ്ലിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അവർ ഈ മദ്രസയിൽ നിന്ന് കുട്ടികളെ എന്താണ് അള്ളാഹു, അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, മുഹമ്മദ് ആരാണ്, എന്താണ് പ്രധാനപ്പെട്ട ആരാധനകൾ, ഇതൊക്കെ മദ്രസയിൽ നിന്ന് വളരെ കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളുടെ കുട്ടികളടക്കമുള്ള ആളുകൾക്ക് എന്താണ് ഇസ്ലാം മതം പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണ അവർക്കുണ്ട് എന്ന് അദ്ദേഹം അവരെ പഠിപ്പിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിൽ പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അത് എത്രമാത്രം നമ്മളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ അതിന്റെ ശരി എത്രയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോ എൻ്റെ നാട്ടില്
ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കേരള നദുവത്തുൽ മുജാഹിദീൻ ഒരു സംഘടിത പ്രസ്ഥാനമായി രൂപപ്പെടുന്നതിന് മുമ്പ് ഒരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു. അബൂബക്കർ മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായിരുന്നു. വലിയ മതഭക്തനായിരുന്നു. അദ്ദേഹത്തെ ഒരു ഔലിയായിട്ടാണ് സുന്നികൾ കാണുന്നത്. അത്രയ്ക്ക് വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹിം കുട്ടി മൗലവി എന്നെയൊക്കെ പഠിപ്പിച്ച് ചെറുപ്പകാലത്ത് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ പിതാവിന്റെ മകൻ എന്ന നിലയ്ക്ക് നാട്ടിൽ വലിയ ആദരവുള്ള ആളാണ്. ബെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹത്തിൽ നിന്ന് തഹ്സീലൊക്കെ കിട്ടി പണ്ഡിതനായി വന്ന് നാട്ടിലെ പരിസര പ്രദേശങ്ങളടക്കമുള്ള എല്ലാ പള്ളികളുടെയും മൊത്തം കാളിയായി അവതരിച്ച് അങ്ങനെ ഏറ്റവും ആദരണീയനായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം തൗഹീദിന്റെ ആശയത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ധൈര്യസമേതം ആ പള്ളിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കി, എല്ലാ പള്ളികളിൽ നിന്നും പുറത്താക്കി. ഒരു ചെറിയ തൈക്കാവ് എന്ന് പറയുന്ന രൂപത്തിൽ ചെറിയൊരു പള്ളിയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, ഞങ്ങളുടെ ഒരു മൂത്താപ്പന്റെ കുടുംബത്തിൽപ്പെട്ട ചെറിയൊരു പള്ളിയാണ്. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നത്. നാട്ടിലുള്ള ഞങ്ങളുടെയൊക്കെ ഉപ്പമാര് എന്ന് പറഞ്ഞാൽ പാടത്തും പറമ്പത്തുമൊക്കെ ഒരു ഉച്ചവരെ കളക്കുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നാടൻ ആളുകളാണ്. അവരെ അദ്ദേഹം ബുഖാരി അടക്കമുള്ള ആ പള്ളിയിൽ വെച്ച് മഗ്‌രിബിന് ശേഷം ഇശാ വരെ നിരന്തരമായി അദ്ദേഹം നടത്തിയ ക്ലാസുകളിലൂടെ എന്താണ് തൗഹീദ്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് ആചാരങ്ങൾ, എന്താണ് അനാചാരങ്ങൾ, അതിനുള്ള പ്രമാണം എന്താണ്, എന്താണ് അതിനുള്ള തെളിവ്, ഇതെല്ലാം വളരെ കൃത്യമായി പഠിക്കുവാൻ സാധാരണക്കാരായ ആളുകൾക്ക് അന്ന് സാധിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമാണ്. ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രമല്ല, അതുപോലെ പല സ്ഥലങ്ങളിലുണ്ട്. അരീക്കോടുണ്ട്, പുളിക്കലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വിഷയത്തിൽ ഖുർആനിലെ ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്തിൽ അല്ലെങ്കിൽ ബുഖാരിയിലെ ഇന്ന അധ്യായത്തിൽ ഇത്രാം നമ്പർ ഹദീസിൽ എന്നൊന്നും അവർക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയകമായി ഇന്നതാണ്, ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയകമായി ഇന്നതാണ്, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം, അതിനെതിരിൽ ഏത് ഹോജ പറഞ്ഞാലും അത് ദലീലല്ല, പ്രമാണമല്ല എന്നാരുടെ മുമ്പിലും തുറന്നു പറയുവാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നേടിയവരായിരുന്നു സാധാരണക്കാരായിട്ടുള്ള അന്നത്തെ മുജാഹിദുകൾ. ആ മുജാഹിദുകളുടെ പിൻതലമുറ 175 കൊല്ലം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ മക്കളും പേരമക്കളുമൊക്കെയായി നമ്മൾക്ക് എന്താണ് ഇസ്ലാമിന്റെ കാര്യത്തിലുള്ള ദലീൽ, ഒരു വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടാണ്, നമ്മുടെ ആരാധനകൾ എന്തടിസ്ഥാനത്തിലാണ് നാം നിർവഹിക്കേണ്ടത്, നമ്മുടെ വിശ്വാസങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ സംസ്ഥാനത്തൊട്ടും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമുദായങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് വേദഗ്രന്ഥങ്ങളുമായിട്ടും ആ വേദഗ്രന്ഥങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്ന ആ പ്രവാചകന്മാരുടെ നടപടിക്രമങ്ങളോ വാക്കുകളോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മാറി പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോവുകയും വിശ്വാസങ്ങളും ആചാരങ്ങളിലുമൊക്കെ കളകൾ കടന്നുകൂടുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹു വീണ്ടും പ്രവാചകന്മാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള
പ്രവാചക പരമ്പരയിൽ നമുക്ക് ഈ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നടത്തി വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്രമാണത്തിന് വലിയ വിലയില്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുക, നല്ല ചൊവ്വയോടുകൂടി ജീവിക്കുക, ജീവിതത്തിലൊക്കെ ചിട്ടവട്ടങ്ങൾ പാലിക്കുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശമെങ്കിൽ ഇത്രയും പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥയെ സംബന്ധിച്ച്, പ്രവാചകന്മാരുടെ അനുയായികളിൽ വന്നിട്ടുള്ള ഈ അവസ്ഥാന്തരങ്ങളെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഖുർആൻ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വചനമാണ് സൂറത്തു അൽ അൻആമിലെ 148-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഓതിക്കുന്നത്. സയഖൂലുല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നതാണ്, ലൗ ശാ അല്ലാഹു മാ അശ്റകനാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളാരും ശിർക്ക് ചെയ്യുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്ന ഈ ആചാരങ്ങളുമൊക്കെ അതൊക്കെ പാരമ്പര്യമായി പ്രവാചകന്മാരുടെ അനുയായികളിലൂടെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അതങ്ങനെ തന്നെയാണ് പോകുന്നത്. അതല്ലാത്ത ഒരവസ്ഥയില്ല. അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യുമായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ ചെയ്തു വരുന്നതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. വലാ ആബാഉന, ഞങ്ങളുടെ പൂർവികന്മാരും ഇങ്ങനെ വഴിതെറ്റിപ്പോകുമായിരുന്നില്ല. വഴിതെറ്റിയ എന്നാണ് പ്രവാചകനായ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നതെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ പൂർവികന്മാരോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ വഴിതെറ്റിപ്പോകുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ച വഴിയിലാണുള്ളത്, ഞങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണുള്ളത് എന്നാണ് അവർ പറയുന്നത്. വലാ ഹറംനാ മിൻ ശൈഇൻ, ഒരു കാര്യവും ഞങ്ങൾ ഹറാമാക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇങ്ങനെയാണ് അവർ പറയുക. ഇപ്രകാരമാണ് കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇപ്പറഞ്ഞ കൂട്ടർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളും അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം അവർ പറഞ്ഞതും ഇതുപോലെ തന്നെയാണ്. പ്രവാചകന്മാരുടെ കാലശേഷം അനുയായികൾ വേദഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുകയും ആ വഴിമാറി സഞ്ചരിക്കുന്നത് തെറ്റായ ഒരു വഴിയിലൂടെ ആണ് എന്ന് സമ്മതിക്കാതിരിക്കുകയും എന്നിട്ട് ഞങ്ങൾ ശരിയായ വഴിയിലാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സമ്പ്രദായം പ്രവാചകന്മാരുടെ അനുയായികളിലെല്ലാം കണ്ടുവന്നിട്ടുള്ള ഒരു സമീപന രീതിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഹത്താ ദാഖൂ ബഅ്സനാ, അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അവർ ഈ ഭൂമിയിൽ വെച്ച് തന്നെ വിധേയരായിട്ടുണ്ട്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഹൽ ഇൻദകും മിൻ ഇൽമിൻ, ഇവർ ഈ പറയുന്ന കാര്യമാണ് യാഥാർത്ഥ്യമെന്ന് ആ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വല്ല അറിവും, അറിവിന്റെ പിൻബലം. എന്താണ് ഈ അറിവിന്റെ പിൻബലം? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് വഹിയായി നൽകിയിട്ടുള്ള പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണോ അവർ പറയുന്നത് എന്നാണ് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഫതുഖ്രിജൂഹു ലനാ, ആ പ്രമാണം നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങൾ ആചരിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ശരിവെക്കുന്ന രൂപത്തിലുള്ള പ്രമാണത്തെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. പാരമ്പര്യങ്ങളെയല്ല, പിൻഗാമികളുടെ ആളുകളുടെ വാക്കുകളല്ല, ഏതെങ്കിലും ഖോജമാരുടെ വാക്കുകളല്ല നിങ്ങൾ പിൻബലമായി പ്രമാണമായി കൊണ്ടുവരേണ്ടത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആ ജനതയോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്, നിങ്ങൾ പ്രമാണത്തിന്റെ പിൻബലമാണ്, നിങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾക്ക് പിൻബലമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ അടിസ്ഥാനമാക്കേണ്ടത്. എന്നാൽ ഇൻ തത്തബിഊന ഇല്ലല്ലന്ന, നിങ്ങൾ വെറും ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത്. ഖുർആൻ പറയാണ്, പ്രവാചകന്മാരുടെ അനുയായികളുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ, നിങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് എന്നല്ലാതെ നിർമ്മിച്ചുണ്ടാക്കുകയാണ് പ്രമാണങ്ങളെ. ആ നിർമ്മിച്ചുണ്ടാക്കുന്ന പ്രമാണത്തെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്താണ് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അനുയായി, ഒരു പ്രവാചകന്റെ അനുയായി, ആ പ്രവാചകന്റെ അനുയായി എന്ന നിലക്ക് അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിലും
ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളുടെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് ആ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രമാണങ്ങൾ മാത്രമാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പ്രമാണത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമാണമില്ലെങ്കിൽ, ദലീലില്ലെങ്കിൽ നമ്മുടെ നടപടിക്രമങ്ങൾ എവിടേക്കോ പോകും. ഇവിടെ സുബൈർ സാഹിബ് ഉദാഹരണം പറഞ്ഞത് KC-യുടെ ഉദാഹരണം എടുത്തു പറഞ്ഞു. നമ്മൾ കൊണ്ടു നടക്കുന്ന അതിന്റെ പേര് മാത്രം അവശേഷിക്കുകയും അതിന്റെ നടപടികളൊന്നും തന്നെ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിലാവുകയും ചെയ്യും. നമുക്ക് ആ കാര്യത്തിൽ വളരെ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ എപ്പോഴും ഇപ്പോ നിലവിലുള്ള ഒരു സംവിധാനം എന്തെന്ന് വെച്ചാൽ, ഖുർആൻ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പണ്ഡിതനാണ് ആ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ഏത് മദ്ഹബിന്റെ ഇമാമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. 1924 നമുക്കറിയാം, ആലുവയിൽ വെച്ചാണ് നമ്മുടെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഉലമാ സംഘടന രൂപീകരിക്കാൻ വേണ്ടി കേരളക്കരയിൽ ഇസ്ലാമിന്റെ ദഅവത്ത് നിർവഹിക്കുവാൻ ഒരു പണ്ഡിത സഭ ആവശ്യമാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ ആലോചിക്കുകയും ബെല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്തിന്റെ അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന അബ്ദുൽ ജബ്ബാർ ഹദറത്ത് അവരുടെ അധ്യക്ഷനായി കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ പണ്ഡിത സമ്മേളനം അവിടെ വെച്ച് നടന്നു. ആ സഭയിൽ വെച്ച് ഇന്നത്തെ നമ്മുടെ KNM മർക്കസയുടെ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബിന്റെ വലിയുപ്പ അദ്ദേഹമാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നമുക്കൊരു പണ്ഡിത സഭ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. കൂട്ടത്തിൽ വെട്ടപ്പെട്ട ഒരു ആലിം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു പണ്ഡിത സഭ നമുക്ക് ഉണ്ടാക്കണം എന്നതിന് എന്താണ് ദലീൽ, എന്താണ് പ്രമാണം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഉടനെ തന്നെ EK മൗലവി എഴുന്നേറ്റ് നിന്ന് ഖുർആനിലെ ഒരു ആയത്തോതി. ആ ആയത്ത് ഇങ്ങനെയാണ്: കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. നിങ്ങളിൽ നിന്ന് അല്ലാഹുവിൽ വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് ഖുർആനിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഖുർആനിന്റെ ഈ ആയത്ത് അതിന് തെളിവാണ്, ദലീലാണ്, പ്രമാണമാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പൊ ആ ചോദ്യകർത്താവ് എഴുന്നേറ്റ് നിന്ന് രണ്ടാമത് ചോദിക്കുന്നത്, അത് ഖുർആനല്ലേ, അത് ഖുർആൻ തെളിവൽ ദലീലല്ലല്ലോ. ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു പണ്ഡിത സഭ ഉണ്ടാക്കുന്നതിന് എന്താണ് ദലീല്, ഏത് ഹോജയാണ്, ഏത് ഇമാമാണ് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പൊ അതിന് അധ്യക്ഷൻ വാഖിയാത്തിന്റെ പ്രിൻസിപ്പാൾ അബ്ദുൽ ജബ്ബാർ ഹദറത്ത് EK മൗലവിയുടെ അഭിപ്രായത്തെ ശരിവെക്കുകയും ആ ചോദ്യകർത്താവിന്റെ അഭിപ്രായത്തെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും ആ ചോദ്യകർത്താവുക്കൾ അടക്കമുള്ള ആളുകൾ പിന്നീട് ആ പ്രമാണങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്ന് അംഗീകരിക്കാതെ മാറി നിന്നിട്ടുള്ള വിഭാഗമാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം എന്ന് അംഗീകരിച്ചുകൊണ്ട് സംഘടന രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ വിഭാഗം ആളുകളിൽ നിന്നാണ് പിന്നീടിപ്പോൾ നമുക്ക് കേരളക്കരയിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗം, പല രോഗങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാരകമായ ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ, എല്ലാവരുടെ ശരീരത്തിലും അതിന്റെ അണുക്കളുണ്ട് എന്നാണ് പറയുന്നത്. അത് കൂടുതൽ ശക്തി സംഭരിക്കുകയും
പ്രതിരോധ ശക്തി കുറഞ്ഞു വരികയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അങ്ങനെ മാരകമായ രോഗത്തിന്റെ പിടിയിൽ ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ ഒതുങ്ങിപ്പോകുന്നത് പോലെ വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരിലും അതുപോലെ തന്നെ അണികളിലുമൊക്കെ ഇന്ന് പ്രമാണത്തിന്റെ കാര്യത്തിൽ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാതിരിക്കുകയും അതിനെതിരിൽ മറ്റു പല ന്യായവാദങ്ങളും കൊണ്ടുവന്നുകൊണ്ട് പല അന്ധവിശ്വാസങ്ങളെയും പലതരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളെയും പലതരത്തിലുള്ള അനാചാരങ്ങളെയും ദീനിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് 90കളിൽ കുറെ ആളുകൾ തലപ്പാവ് ധരിച്ച തലയെക്കെട്ട് കെട്ടിയ കുറെ ആളുകൾ എന്തുകൊണ്ട് മുജാഹിദുകളായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദുകളായി എന്ന ഒരു പരിപാടി പല സ്ഥലത്തും നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഇത്തരം പണ്ഡിതന്മാർ കടന്നു വന്ന് അവർക്ക് സംഘടനാ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ അന്ന് അവരെ ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു എന്ന് അന്നത്തെ ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നുകയും അവരങ്ങനെ അവർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്ത ആ ആളുകൾ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് മുജാഹിദുകളായി എന്നതല്ല, എന്ത് കണ്ട് മുജാഹിദുകളായി എന്ന രൂപത്തിലുള്ള നിലപാടിലേക്ക് ആ ആളുകൾ പോയി എന്നുള്ളത്. അതിന്റെ അനുഭവം 2012 നമ്മളന്ന് 2002 മുതൽ 2012 വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം കൃത്യമായി ഇന്നതാണ്, അതിന്റെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനിനും സുന്നത്തിലുമില്ലാത്ത ഒരു കാര്യം ഏതാരെന്ത് പറഞ്ഞാലും അത് പ്രമാണമല്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഇടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും 2012 അഴിഞ്ഞിലത്ത് വെച്ച് നടന്ന അവരുടെ സമ്മേളനത്തിൽ അടിച്ചു പിരിയുകയും ചെയ്ത സംഭവം ഉണ്ടായി. അതാണ് പിന്നീട് പിശാചിന്റെയും അതുപോലെ തന്നെ മാരണത്തിന്റെയും ജിന്ന് കൂടലിന്റെയും ജിന്നിറക്കലിന്റെയും റുഖിയ ശറഈയുടെയും അതുപോലെയുള്ള പല പല അന്ധവിശ്വാസങ്ങളും തൗഹീദിന്റെ ഭാഗമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രവർത്തനം വളരെ ശക്തമായി ഇന്ന് സമൂഹത്തിൽ നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രമാണം ഖുർആനാണ്, നമ്മുടെ പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, ആ സുന്നത്തിനെ നമുക്ക് പഠിപ്പിക്കുവാനുള്ള ഹദീസുകളാണ് എന്ന കാര്യത്തിൽ നാം വളരെയധികം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ പ്രമാണത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഖുർആൻ ഒന്നാം പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ അതിനെ അവർ അംഗീകരിക്കുന്നില്ല. ഖുർആൻ ഒന്നാം പ്രമാണമാണ്, ഇത് പറയാത്ത ഒരു പണ്ഡിതനും മുൻകാലങ്ങളിലില്ല. ഖുർആൻ ഒന്നാം പ്രമാണമാണ്, ഹദീസ് രണ്ടാം പ്രമാണമാണ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അപകടം അവർ കാണുന്നത്? ഖുർആൻ ഒന്നാം പ്രമാണമാണ് എന്ന് പറയുമ്പോൾ ഹദീസിലൂടെ, ഹദീസിന്റെ മറവിൽ, ഹദീസ് എന്ന ആ സംഖ്യയുടെ മറവിൽ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അപ്പൊ അതുകൊണ്ട് ബുഖാരിയിലുള്ളതാണ്, മുസ്ലിമിലുള്ളതാണ്, ഇന്ന ഇന്ന കിതാബുകളിലൊക്കെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അതിനെ സംബന്ധിച്ച് ആ രൂപത്തിലാണ് വീക്ഷിക്കുക. എന്നിട്ട് അതിനെ എതിർക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? ഹദീസ് നിഷേധികളാണ്. മർക്കസുദ്ദഅ്വ കേന്നമും അവരുടെ പോഷക ഘടകങ്ങളും ചേകനൂരികളാണ്, ഹദീസ് നിഷേധികളാണ്. അവർ ഖുർആൻ മാത്രമാണ് അംഗീകരിക്കുന്നത്, ഖുർആനിനെ തന്നെ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉമർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം ആദർശ പ്രബോധന രംഗത്ത് വേറിട്ട വഴി സ്വീകരിച്ചുകൊണ്ട് ധൈര്യമായി പ്രവർത്തനം നടത്തിയിട്ടുള്ള മഹാപണ്ഡിതനാണ്. അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുവാൻ ആര് ഉദ്ദേശിക്കുന്നുവോ അവർക്ക് കളവ് പറഞ്ഞുകൊണ്ടല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപിതമായ അദ്ദേഹത്തിന്റെ ഒരു ആപ്തവാക്യമാണ്. കാരണം എന്താണ്? നമ്മള് അമ്പിയ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല,
പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. മഹാന്മാരിലേക്ക് തവസ്സുൽ ചെയ്യാൻ പാടില്ല. മഹാന്മാരായ ആളുകളെ ഇസ്തിഗാസ ചെയ്തുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അതുപോലെ റബീഉൽ അവ്വൽ കഴിക്കാൻ പാടില്ല, 12 നബിദിനാഘോഷം കഴിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നേരിടാൻ സമസ്തക്കാർക്ക്, ഒരു സുന്നികൾക്കും മുസ്ലിയാമാർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ വഹാബികൾ അംബിയ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്തവരാണ്, ഔലിയാക്കളെ ആദരിക്കാത്തവരാണ്, നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവരാണ്, സ്വഹാബികളെ ചീത്ത പറയുന്നവരാണ്. ഇങ്ങനെയുള്ള വാദങ്ങൾ സമൂഹത്തിന്റെ പൊതുജന മധ്യത്തിൽ എടുത്തിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി നടന്നു വരുന്ന പണ്ഡിതന്മാരെക്കെതിരിൽ നിരന്തരമായി ഇത്തരം പ്രചാരവേലകൾ അഴിച്ചുവിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരൊക്കെ ഇതുപോലെ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വലാത്ത് ചെല്ലാത്തവരാണ്. റബീഉൽ അവ്വൽ നമ്മൾ എന്താ ചെല്ലുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടുകയല്ലേ, നബിയുടെ മുഹബ്ബത്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്. ആ മുഹബ്ബത്ത് ഇല്ലാത്തവരും നബിയുടെ മദ്ഹിനെ ഇഷ്ടപ്പെടാത്തവരും നബിയെ പേര് സ്വലാത്ത് ചെല്ലാത്തവരുമാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ. അതല്ലല്ലോ വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എവിടെയൊക്കെ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ആ സ്വലാത്തുകളൊക്കെ നിർവഹിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി നമ്മളോട് എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും ദീനായി ആചരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങളാണോ സുന്നത്തായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ മുഴുവൻ സുന്നത്തുകളെയും പ്രവാചകനോടുള്ള ഇത്തിബാഅ് എന്ന നിലക്ക് നമ്മൾ പിൻപറ്റണം എന്നാണ് നമ്മൾ പറയുന്നത്. ആ പറയുന്നതിനെ ജനങ്ങൾക്ക് കേൾക്കാൻ അവസരം നൽകാത്ത വിധം തെറ്റായ രൂപത്തിലുള്ള ഇത്തരം പ്രചാരവേലകളാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കുവാനും ആളുകളെ നമ്മുടെ ആദർശത്തിലേക്ക് വരുന്നതിൽ നിന്ന് തടയിടാനും വേണ്ടി അവർക്ക് ഒരു പരിധി വരെ സാധിച്ചത്. ഇതേ സ്ഥിതി തന്നെയാണ് ഇന്ന് വിഷ്ടം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ പ്രധാനമായും ഈ മർക്കസ് ദഅവ മുജാഹിദ് പ്രസ്ഥാനം ഹദീസ് നിഷേധികളാണ് എന്ന ഒരു വാദം നമുക്കെതിരിൽ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഹദീസിനെയും നിഷേധിക്കുന്നില്ല, ഒരു ഹദീസിനെയും നമ്മൾ തള്ളിക്കളയുന്നില്ല. ഹദീസിനെ നിർദ്ധാരണം ചെയ്യുകയും ഹദീസിനെ നിരൂപണം ചെയ്യുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ നടന്നിട്ടുള്ള കാര്യമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലി കിതാബുകാരായിട്ടുള്ള ആളുകളിലേക്ക് നിയോഗിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അഹ്ലി കിതാബുകാരായിട്ടുള്ള ആളുകളിലേക്കാണ് പോകുന്നത്, അള്ളാഹുവിന്റെ ദീൻ അവരിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നീ പോകുന്നത്, നീ അതിന് സ്വീകരിക്കുന്ന മാർഗം എന്തായിരിക്കും, അത് നീ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യത്തിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ ദീൻ പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖുർആനിൽ നീ അത് അത്തരം ആ വിഷയത്തിൽ അതിനുള്ള ഒരു ആയത്ത് നിനക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതിന് മറുപടിയായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു എന്നാണ് ഞാൻ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രവർത്തിച്ച് കാണിച്ചു തന്നു എന്നാണ് ഞാൻ നോക്കുക. ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞതായും നീ കണ്ടിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ അതിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ രണ്ട് ദലീലുകൾ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് എന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വിലയിരുത്തുകയും എനിക്ക് മനസ്സിലാകുന്ന എന്റെ ബോധ്യത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു അഭിപ്രായം അനുസരിച്ച് അത് ജനങ്ങളോട് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കുകളിൽ അങ്ങേയറ്റം സംപ്രീതനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതന്
ശരിയായ വഴി കാണിച്ചു കൊടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പ്രഖ്യാപിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ ദഅവത്തിനെ, ദീനിന്റെ വിവരണത്തെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള സഹാബാ കിറാം ഏത് രൂപത്തിലാണ് കണ്ടിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അടിസ്ഥാനമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല. ഞാൻ എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. തറക്തു ഫീകും, ഞാൻ നിങ്ങളിൽ വിട്ടേച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ അവലംബിച്ചുകൊണ്ട് ദീനിയായ വിഷയത്തിൽ നിങ്ങൾ നിലപാടെടുക്കുകയാണെങ്കിൽ ലൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല. എന്താണത്? കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനായ എന്റെ നടപടിക്രമങ്ങളെ. ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ അവലംബിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല, നിങ്ങൾ ദീനിൽ അടിയുറച്ചു നിൽക്കും. പ്രത്യേകം അടിവരയിടേണ്ടത് മതപരമായ കാര്യങ്ങളിൽ എന്നുള്ളതാണ്. നമ്മൾ നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന അള്ളാഹുവിനെ പുകഴ്ത്തുന്നു. എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ? പ്രതിഫലം. ദീൻ എന്നതിനാണ് പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ഈ ലോകത്ത് ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ ദീനിയായ കാര്യങ്ങളിൽ നാം എടുത്തിട്ടുള്ള നടപടിക്രമങ്ങളെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആ റെക്കോർഡ് ചെയ്യുന്ന കിതാബിനെയാണ് മഹ്ശറയിൽ വെച്ച് ഹിസാബ് നടത്തുന്നത്. ആ ഹിസാബിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദീനല്ല. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ആ ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ, മതപരമായ വിഷയങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ, തീരുമാനമെടുക്കുന്നതിൽ ഒന്നാമതായി വിശുദ്ധ ഖുർആനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും നോക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഖുർആൻ എന്നത് അതങ്ങനെ ഖുർആൻ പറഞ്ഞ അത് ആയത്ത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ടതില്ല. കാരണം ഖുർആനിലെ ആയത്തുകൾ മുഴുവനും മുതവാത്തിറായി എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും കളവിന് സാധ്യമല്ലാത്ത വിധം വലിയ സഹാബികളുടെ കൂട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഖുർആനിലെ ആയത്തുകൾ. ആ രൂപത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ആയത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് മുസ്ഹഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനിൽ ഇന്ന വിഷയത്തിൽ ഇന്ന ആയത്തുണ്ട് എന്ന് പറയുമ്പോൾ ആ ആയത്ത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടതില്ല. കാരണം അത് ഖുർആനാണ്, അതിൽ തെറ്റുപറ്റുകയില്ല. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. ഒരു നിലക്കും അന്യായം, അസത്യം, അപകടം, അനുചിതമായത് ആ ഖുർആനിൽ കടന്നുകൂടുകയില്ല. അത് ലാ യഅ്തീൽ ബാത്തിൽ മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, ഒരു നിലക്കും വരില്ല. തൻസീലും മിനല്ലാഹിൽ അസീസിൽ ഹകീം, എല്ലാ പ്രതാപശാലി യുക്തിമാനുമായ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും എന്ന കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ട് ഖുർആൻ ആ നിലക്കാണ് ഒന്നാം പ്രമാണം എന്ന് പറയുന്നത്. അത് അള്ളാഹുവിങ്കൽ നിന്നുള്ള വഹിയാണ്. അതുകൊണ്ട് ആ വഹി അള്ളാഹു മനുഷ്യനോട് സംസാരിക്കുന്ന നേരിട്ടുള്ള സംസാരമാണ്. പ്രവാചകനിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ വചനങ്ങൾ മുഴുവനും മാനവ സമൂഹത്തോടാണ് സംബോധന ചെയ്യുന്നത്. ആകാശലോകത്ത് പ്രപഞ്ചനാഥനായ അള്ളാഹു മാനവ സമൂഹത്തോട് അവർ അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ച് നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളാണ് ഖുർആനിലെ ആയത്തുകൾ. അതിൽ ഒരു നിലക്കും അപാകത സംഭവിച്ചിട്ടില്ല.
അതിന്റെ ആയത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ അത് നിർത്തൽ ചെയ്യുന്ന, വഖഫ് ചെയ്യുന്നതിലുള്ള ചില കാര്യങ്ങളിലുള്ള വ്യത്യാസം എന്നുള്ളതല്ലാതെ ഖുർആനിന്റെ ആദ്യ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെയുള്ള മുഴുവൻ ആയത്തുകളും കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വചനമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഉസൂലുൽ ഫിഖ് നിദാനശാസ്ത്ര പണ്ഡിതന്മാർ ഖുർആനിന് ശരിയാണോ തെറ്റാണോ എന്ന നിരൂപണത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരുടെ ചർച്ച വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല. കാരണം ഖുർആൻ അല്ലാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ക്രോഡീകരിക്കുകയും അത് ശരി തെറ്റുകൾ വേർതിരിക്കുകയും ചെയ്ത കാര്യത്തിൽ നിരവധി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അന്നു മുതൽ ഇന്നുവരെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും അതിന് ഒരു നിദാനശാസ്ത്രം, ഒരു ഹദീസ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ സ്കെയിൽ എന്താണ്, അതിന്റെ മാനദണ്ഡം എന്താണ്, അളവുകോൽ എന്താണ്, അതിനെ ഉപയോഗിക്കുന്ന മെഷർമെന്റ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ, കൃത്യമായ പണ്ഡിത വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹദീസ് നിദാന ശാസ്ത്രം ഇസ്ലാമിക ഗവേഷണ വൈജ്ഞാനിക രംഗത്തെ വലിയ ഒരു മേഖലയാണ് ഈ ഹദീസ് നിദാന ശാസ്ത്രം എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണല്ലോ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചതാണല്ലോ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽപ്പെട്ട ആരെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിന് അംഗീകാരം നൽകുകയും ചെയ്തതാണല്ലോ ഹദീസ് എന്ന് പറയുന്നത്. അഖ്വാലുഹു വ അഫ്ആലുഹു വ തഖരീറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫൈ ചെയ്തിട്ടുള്ള അംഗീകാരങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോ അത് നബി പറഞ്ഞതായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചതായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഒരു ഹദീസിന്റെ കാര്യത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ വന്നപ്പോൾ ഹദീസുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണോ എന്ന ചർച്ചയുണ്ടായി. ആ ചർച്ചയ്ക്ക് കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും കളവ് നിർമ്മിച്ചു പറയുകയാണെങ്കിൽ അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയുടെ പേരിൽ കളവ് പറയുക എന്ത് വിഷയത്തിലായിരിക്കും? മതപരമായ വിഷയത്തിലായിരിക്കും. ദീനിയായ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലോകം. അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ സ്വന്തമായ ഒരു അഭിപ്രായം തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറ. ഒരു സത്യവിശ്വാസിയായ ആണിനോ പെണ്ണിനോ ഭൂഷണമല്ല ഇദാ ഖളാ അംറൻ, അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ ഇന്ന നടപടിയാണ് വേണ്ടത് എന്ന് അള്ളാഹുവും റസൂലും ഖുർആനിലൂടെയും പ്രവാചക ചര്യയിലൂടെയും ഒരു മുസ്ലിമായ ആണിനോ പെണ്ണിനോ ബോധ്യപ്പെട്ടാൽ അവിടെ പിന്നെ അയ്യക്കൂന ലഹുൽ ഖിയറ, സ്വന്തമായി ഞാൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത് എന്ന് പറയാൻ ഒരു വിശ്വാസിയായ ആണിനും പെണ്ണിനും പാടില്ലാത്തതാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയും പ്രവൃത്തിയെയും ആ രൂപത്തിൽ കാണണമെന്ന് തന്നെയാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിതം കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ രണ്ട് നിബന്ധന അനിവാര്യമാണ്. ഒന്ന് എന്താണത്? ഒന്ന് വലാ യുശ്രിക് ബിഇബാദതിഹി അഹദ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു നിലക്കും ശിർക്ക് കലരാതിരിക്കുക എന്നത് അനിവാര്യമാണ്. രണ്ടാമത്
ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെയാണ് ഇത്തിബാ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത്. എന്നാലാണ് യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക. അപ്പോൾ അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുവാൻ നാം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനമായ നമ്മുടെ സമീപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്ധവിശ്വാസികൾ മുസ്ലിം സമൂഹത്തിൽ നല്ലതല്ലേ, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന ആചാരങ്ങൾ അതെത്ര നല്ലതാണ് എന്ന് നമുക്ക് തോന്നിയാലും അതൊരിക്കലും പാടില്ലാത്തതാണ് എന്ന് പറയുന്നത്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതല്ലേ, ആളുകൾ ഒരുമിച്ച് കൂടുന്നത് നല്ലതല്ലേ, ഉപ്പയുടെ മരണശേഷം ഉപ്പ മരിച്ച ദിവസം എല്ലാവരും കുടുംബക്കാരൊക്കെ ഒത്തുകൂടി പരസ്പരം ഒന്ന് കുടുംബബന്ധം പുലർത്തുക എന്നത് നല്ലൊരു കാര്യമല്ലേ? ആ നല്ല കാര്യം എന്തിനാണ് എതിർക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശരിയല്ലേ എന്ന് തോന്നും. കാരണം നല്ലതല്ലേ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു നടപടി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടിയാക്കി സ്വീകരിച്ചതാണെന്ന് യാതൊരു തരത്തിലുള്ള പ്രമാണത്തിന്റെ പിൻബലമില്ലാത്തതുകൊണ്ട് എന്ത് നന്മയതുണ്ടായാലും അത് തിന്മയാണ് എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുരുഷം വെക്കുക, സ്നേഹം വെക്കുക എന്നത് റബീഉൽ അവ്വലിൽ മാസത്തിൽ 12-നും ആ മാസത്തിലും എല്ലാവരും ഒരുമിച്ച് കൂടുകയും പ്രവാചക കീർത്തനങ്ങൾ പാടുകയും ആ പ്രവാചകന്റെ കീർത്തനകൾ പറയുകയും പ്രവാചകനെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശം ലോകത്ത് നടക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? നല്ലത് തന്നെയാണ്. പക്ഷേ ആ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നും ആ മാസത്തിന് പ്രത്യേകമായ ഒരു പോരിശയുണ്ട് എന്നും വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തിന് പ്രമാണത്തിന്റെ പിൻബലമില്ല, പ്രവാചകന്റെ സമ്മതമില്ല. പ്രവാചകനെ അതിരറ്റ് സ്നേഹിച്ച 4 ഖുലഫാഉർ റാഷിദുകളും സഹാബാ കിറാമും അതുപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുകളും ആരും ഈ രൂപത്തിലുള്ള ഒരു പുണ്യം ആ മാസത്തിനും ദിവസത്തിനും കൽപ്പിച്ചിട്ടില്ല. പ്രമാണത്തിന്റെ പിൻബലമില്ലാത്തതുകൊണ്ട് എത്ര നല്ലതായി തോന്നിയാലും സാമൂഹ്യമായി നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ അതിനെത്രമാത്രം ഗുണമുണ്ട് എന്ന് നമുക്ക് തോന്നിയാലും മതപരമായി അത് തെറ്റാണ് എന്നതുകൊണ്ടാണ് ആ കാര്യത്തിൽ ദീനിയായ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുവാൻ ഈ പ്രമാണത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക. അവിടെ ആ പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യുന്നത് ശിർക്ക് കലരാത്ത പ്രവർത്തനമാണോ എന്നാണ്. കാരണം എന്താണ്? ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക, നീ ശിർക്ക് വെച്ചാൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് ഖുർആൻ പറഞ്ഞു, നബിയോട് പറഞ്ഞു. അതുപോലെ പ്രവാചകന്റെ അനുവാദമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ആ ആളുകൾ ദൂരെ പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറം മുഹജ്ജലീന, വുളുവിന്റെ അടയാളം കൊണ്ട് കൈകാലുകൾ സുന്ദരന്മാരായിട്ട് പ്രകാശിക്കുന്ന മുഖത്തിന്റെയും കൈകാലുകളുടെയും ഉടമസ്ഥരായ ആളുകളെ കണ്ട് ഹാദാമിൻ ഉമ്മത്തി, അവർ എന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അവർ ദൂരെ പോകുന്നു, അവർക്ക് ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പ്രവാചകൻ വിലപിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി ഹദീസിൽ വന്നിട്ടുള്ളത് ലാ തഅരിഫു മാ ബദ്ദലു ബഅദക, നിനക്ക് ശേഷം അവർ ദീനിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നിനക്കറിയില്ല മുഹമ്മദേ എന്ന് പറയുകയും ഫബുഅദൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് അവർ അകലെ പോകട്ടെ, ദൂരെ പോകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നും അള്ളാഹുവിന്റെ വചനമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഹദീസ് അത് ഹദീസാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മൻ അകലൽ ബിത്തീഖ ദഖലൽ ജന്ന, ഒരു ഹദീസാണ്. ആരെങ്കിലും ബത്തക്ക തിന്നാൽ അവൻ സ്വർഗത്തിലാണ്. ആരാണ് ഇതുണ്ടാക്കിയത്? ബത്തക്കന്റെ കച്ചവടക്കാരുണ്ടാക്കിയതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോ ബത്തക്ക നല്ലോണം ചെലവാകും, അപ്പൊ അതുകൊണ്ട് ആളുകൾ അത് വാങ്ങും എന്നുദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഹദീസിന്റെ മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്, അവർ ഈ വിഷയത്തിൽ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും പലരെയും കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത്
അവർക്ക് കിട്ടിയിട്ടുള്ള ഹദീസുകളെ അവർ ക്രോഡീകരിച്ചിട്ട് അവർക്ക് മനസ്സിലായ രൂപത്തിൽ അതിന്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. എല്ലാ മുഹദ്ദിസുകളും ഇന്ന ഹദീസിൽ ഇന്ന ദൗർബല്യമുണ്ട്, ഇന്ന ഹദീസിൽ ഇന്ന പോരായ്മയുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുഹദ്ദിസുകൾ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രേഖപ്പെടുത്തലുകൾ അവർ നിർവഹിച്ചിട്ടുള്ളത് അവരുടെ ഈ രംഗത്തുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഗവേഷണം രണ്ട് കാര്യങ്ങളിലാണ് പരിശോധിച്ചത്. ഒന്ന് ആ ഹദീസ് ഈ പണ്ഡിതൻ കേട്ട ആൾ മുതൽ അങ്ങനെ മേലോട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുന്നവരെയുള്ള ആ പരമ്പര, സനദ്, അതിനെ സനദ് പറയാം. ആ സനദിൽപ്പെട്ട എല്ലാവരും സത്യസന്ധന്മാരാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ഹദീസുകൾ മാത്രമാണ് പണ്ഡിതന്മാർ സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ഒരു കാര്യം, ഹദീസുകളുടെ സനദൊക്കെ അത്യാവശ്യം തരക്കേടൊന്നുമില്ല. പക്ഷേ അത് ഖുർആനിന്റെ ആയത്തിന് യോജിക്കാത്ത നിലയിലുള്ളതാണ്, ചിലതൊക്കെ അതിനെതിരുമാണ് എന്ന രൂപത്തിൽ വന്നപ്പോൾ അതിനെയും ഹദീസ് പണ്ഡിതന്മാർ അത് ശരിയായ ഹദീസല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരു മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ആളുകൾ കരയുന്നത് കണ്ടപ്പോൾ ഒരു സഹാബി പറഞ്ഞു, മയ്യത്തിന്റെ പേരിൽ കുടുംബക്കാർ കരഞ്ഞാൽ മയ്യത്തിന് ശിക്ഷ ഏൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോ സഹാബികൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയത്താണ്. അപ്പോ ഈ സംഭവം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ, അങ്ങനെ ഹദീസ് ഉണ്ടോ, ആ ഹദീസിന്റെ സ്ഥിതി എന്താണ് എന്നൊന്നും ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നും വേണ്ടിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആനിൽ ആയത്തെടുത്തു, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളുടെ പാപഭാരം ഒരിക്കലും മറ്റൊരാൾ ഏൽക്കേണ്ടി വരികയില്ല. ഖുർആനിന്റെ ആയത്താണ്. മയ്യത്തിന്റെ പേരിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി ഈ കൂട്ടത്തിൽപ്പെട്ട ചുറ്റുപാടും കൂടി ആളുകൾ കരഞ്ഞാൽ ആ കരച്ചിലിന്റെ ശിക്ഷ ഈ മരിച്ചുപോയ വ്യക്തി ഏൽക്കണമെന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെതിരാണ്. നബി അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നുള്ള കാര്യത്തെ പറ്റി ഒരഭിപ്രായവും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ ഖുർആനിൽ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സവിശേഷത. ഈ പ്രസ്ഥാനം നിലകൊണ്ടതിന്റെ അതിന്റെ ഐഡന്റിറ്റി യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് മൊയ്തീൻ കുട്ടിക്ക രണ്ടുപേരും മരിച്ചുപോയി, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണേ. അതുപോലെ ഹൈദർക്ക, രണ്ടാളും മരം അറക്കുന്നവരാണ്. മുകളിൽ ഒരാൾ നിൽക്കും, താഴെ നിന്നിട്ട് വാളുകൊണ്ട് ഈർന്ന്. ഒരാൾ അടിയിൽ നിൽക്കുന്ന ആൾ സുന്നിയാണ്, മുകളിൽ നിൽക്കുന്ന ആൾ മുജാഹിദാണ്. ഇവര് നാടന്മാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇബ്രാഹിം കുട്ടി മൗലവിന്റെ ശിഷ്യന്മാരാണ്. അവര് ഇതിന്റെ ഇടയിൽ ഭയങ്കരമായ തർക്കമാണ്, വാദപ്രതിവാദം. മരം ഈറുന്ന സമയത്ത് ചിലപ്പോൾ ആ ഈർച്ച നിർത്തിവെച്ചിട്ട് പുറത്ത് വന്നിട്ട് തർക്കിക്കുന്നത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത്. അവരൊക്കെ ഖുർആനിലുണ്ടോ? കുട്ടിക്കാ ചോദിക്കുന്നത് ഖുർആനിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായി ചോദിക്കാൻ കഴിയുന്ന ഒരു പാണ്ഡിത്യത്തിലേക്ക് സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേട്ടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാഹി നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏക സംഘടന കേന്ദ്രം മർക്കസുദേവയും അതിന്റെ പോഷകഘടകങ്ങളുമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ വ്യതിരിക്തതയും നമ്മുടെ പ്രത്യേകതയും അതാണ്. അതിൽ നിന്ന് മാറി സഞ്ചരിച്ചു പോയിട്ടുള്ള ആളുകളാണ് മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും എന്ന് മനസ്സിലാക്കി നാം ഈ കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ MSM-നെ സജീവമാക്കണം. ഈ പ്രവർത്തനം ഇവിടെ ഈ മവദ്ദ ക്യാമ്പ് നമ്മൾ നടത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഈ ആദർശബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് ചോദിച്ചാൽ കുട്ടികൾ നമുക്കറിയില്ല, ഒന്നും അറിയില്ല.
IGM-മാരോ ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയും, ചിലപ്പോൾ ISM-മാരോ അങ്ങനെ പറയും, കൃത്യമായി അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. അല്ലാഹു പറയുന്നു, വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാ മുസദ്ദിഖുൽ ലിമാ മഅഹും നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബി കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദൂതൻ വന്നപ്പോൾ മുൻപ് അവർ കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥത്തെയാണ് സത്യപ്പെടുത്തുന്നത്, അല്ലാതെ പണ്ഡിതന്മാരുടെ വാക്കുകളല്ല. ആ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് അവർ വന്നപ്പോൾ നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ആ കിതാബിനെ ഒഴിവാക്കി, അതിന് പ്രാധാന്യം കൽപ്പിച്ചില്ല എന്ന് ഖുർആൻ പറയുന്നു. കിതാബല്ലാഹി, അള്ളാഹുവിന്റെ കിതാബിനെ വറാഅ ളുഹൂരിഹിം, അവരുടെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഅന്നഹും ലാ യഅലമൂൻ, അവർ വിവരമില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. വഇദാ അഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു ഫനബദൂഹു വറാഅ ളുഹൂരിഹിം വസ്തറൂ ബിഹി തമനൻ ഖലീല ഫബിഇസ മാ യസ്തറൂൻ. ഖുർആനിന്റെ ആലി ഇംറാനിലെ 177-ാമത്തെ വചനത്തിലും അല്ലാഹു ഖുർആനിനെയും വേദഗ്രന്ഥങ്ങളെയും അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ചില ആളുകൾക്ക് പ്രമാണിത്വം നൽകിക്കൊണ്ട്, അവർക്ക് പ്രാമാണികത്വം നൽകിക്കൊണ്ടുള്ള സമീപനത്തെ ഖുർആൻ എക്കാലത്തും എല്ലാ പ്രവാചകന്മാരുടെ കാലത്തിലും ചോദ്യം ചെയ്തിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട് എന്ന ഖുർആനിക വചനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഒരു വ്യക്തി പശുക്കുട്ടിനെ ഉണ്ടാക്കി യഹൂദികളെ, ബനി ഇസ്രായേലിനെ വഴിതിരിച്ച ആ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് ഏതോ ചില വാക്കുകളെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാല ബസർത്തു ബിമാലം യുബ്സിറു, അവർ കാണാത്ത ചില വെളിപാടുകൾ എനിക്കുണ്ടായി. ഫഖബൽതു ഖബലതൻ മിൻ അസരി റസൂലി, പ്രവാചകന്റെ ഉപദേശത്തിൽ നിന്ന് ഏതാനും വാക്കുകളെ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. ഫനബൽതുഹാ, അങ്ങനെയാണ് ഞാൻ ആ കാര്യങ്ങൾ നടപ്പിലാക്കിയത്. വകദാലിക സവ്വലത്ലി നഫ്സി, എനിക്ക് ഈ കാര്യം സാധിച്ചു കിട്ടിയത് അങ്ങനെയാണ്. സ്വന്തമായി പ്രവാചകന്റെ അധ്യാപനങ്ങളെക്കാൾ അപ്പുറത്ത് സ്വന്തം ചില നിലപാടുകൾ സ്വീകരിച്ച് അതിന് പ്രാമാണികത്വം കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ദീനിന്റെ അസ്ഥിവാരം തകർക്കുന്ന രൂപത്തിൽ പ്രമാണങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ ദീനിനെ വികലമാക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകന്മാരെ, ലക്ഷക്കണക്കായ അമ്പിയാക്കന്മാരെ വേദഗ്രന്ഥങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി അള്ളാഹു കൊടുത്തയച്ചിട്ടുള്ള ഈ ദീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, ഖുർആനിലൂടെ, പ്രവാചകന്റെ സ്വഹീഹായ സുന്നത്തിലൂടെ ലോകത്ത് നിലനിൽക്കുവാൻ വേണ്ടി ഇന്ന് നമ്മുടെ കരങ്ങളിലാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നമ്മുടെ എല്ലാ ഘടകങ്ങളെയും സജീവമാക്കണം. ഈ മണ്ഡലത്തിലെ IGM-നെയും MSM-നെയും ISM-നെയും തുടർന്ന് MGM-നെയും അതിനുശേഷം KNM-നെയും സംഘടനാതലത്തിൽ ഇലക്ഷനിലൂടെ നമ്മൾ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ പുണ്യകരമായ പ്രവർത്തനമായി നമ്മുടെ ഇക്കാലഘട്ടത്തിൽ അത് ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള വൈമനസ്യവും കാണിക്കാതെ നാം മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇന്ന് നമ്മൾ രേഖപ്പെടുത്തുന്ന നമ്മുടെ ഒപ്പുപട്ടികയിൽ ഓരോ വിഭാഗത്തിലും എത്രപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തണം. മറ്റൊന്ന്, നമ്മുടെ സമ്മേളനത്തിൽ നാം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പള്ളി ഉണ്ടാക്കണം എന്നുള്ള നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം, അത് സമ്മേളനം നടന്ന കൊണ്ടോട്ടിയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു മാന്യവ്യക്തി, ഒരു മലയാളിയായ മാന്യവ്യക്തി 1 കോടി രൂപ അതിന് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിന് സ്ഥലം ലഭ്യമാക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നടന്നു വരികയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ പരിപൂർണമായി നിങ്ങൾ സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിനെ തള്ളിക്കളയുവാനുമുള്ള ആ ഒരു ആർജവും ഈമാനും ശക്തിയും ബോധവും നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. കൂട്ടത്തിൽ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ PKM ബഷീർ, അരൂർ മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തിനും സുഖമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളവരും അതുപോലെ മറ്റുള്ള നമ്മുടെ രോഗികൾക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഈ മാർഗത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു
അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെ 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 അവരെയും നമ്മെ